സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ശ്രുതി ടീച്ചറാണ്. അപ്പോൾ നമ്മളിപ്പോൾ പരീക്ഷാ സമയത്തൊക്കെയാണ് അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ നോക്കി നടക്കാറ്? ചോദ്യങ്ങളാണ്, പരീക്ഷാ ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു പരീക്ഷാ ചോദ്യമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിരിക്കണം കേട്ടോ. പരീക്ഷയല്ല, എന്ത് തന്നെ ആയാലും നമ്മൾ ഹാപ്പി ആയിരിക്കണം അല്ലേ? ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ? അപ്പോൾ ഇതാ ടീച്ചറ് മുൻവർഷ ചോദ്യങ്ങള് ചോദ്യ മാതൃകകൾ ഓരോരോ കോണ്ടന്റിലായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ടീച്ചർ ഒരു ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേട്ടോ. നിങ്ങൾക്ക് നല്ല കുറേ ശീലങ്ങൾ ഉണ്ടാവും, ചീത്ത കുറേ ശീലങ്ങൾ ഉണ്ടാവൂലേ? എൻ്റെ വീട്ടിലെ എൻ്റെ മോളുണ്ട്. എൻ്റെ മോളുടെ ഒരു സ്വഭാവം, നിങ്ങളുടെയൊക്കെ ചേച്ചിയാണ് കേട്ടോ. അവൾക്ക് കുളിക്കാൻ വലിയ മടിയാണ്, പ്രത്യേകിച്ച് തല കുളിക്കാൻ. മേല് കഴുകാൻ ഓക്കെയാണ് കേട്ടോ, തല കുളിക്കാൻ നല്ല മടിയാണ്. തല കുളിക്കാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടോ? ഞാനിതിപ്പോ നിങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചേച്ചി ചിലപ്പോ എന്നെ ചീത്ത പറയോ, ടീച്ചറിനെ വഴക്ക് പറയും ചിലപ്പോ. അയ്യോ അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് പോയിട്ടെന്ന്. പക്ഷെ ഇപ്പൊ അവൾ ഓക്കെയാണ്. ചെറുപ്പത്തില് തലയിൽ വെള്ളം ഒഴിക്കുമ്പോ കരയായിരുന്നു. നല്ല ചെറുതായ സമയത്ത് തലയിൽ വെള്ളം ഒഴിക്കുമ്പോ കളിക്കാനായിരുന്നു ഇഷ്ടം, നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ കുറച്ചുകൂടെ വലുതായപ്പോ തലയിൽ വെള്ളം ഒഴിക്കാൻ ഇഷ്ടമല്ല. ഇന്ന് തല കുളിക്കണോന്നാ രാവിലെ ചോദിക്കുക. അതുപോലെ സ്കൂള് വിട്ട് വന്നാലൊക്കെ കുളിക്കാന്ന് പറയുന്നത് വലിയ മടിയായിരുന്നു. പക്ഷെ അസുഖങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ സമയത്ത് അവള് കുളിക്കാൻ റെഡിയായി. അങ്ങനെ ഇവിടെ ഒരു അമ്മിണിക്കുട്ടി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ആരാണുള്ളത്? ആരാണ്? അമ്മിണിക്കുട്ടി. അപ്പൊ അമ്മിണിക്കുട്ടിയുടെ ചില ശീലങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അമ്മിണിക്കുട്ടിക്ക് എന്തൊക്കെയാ ശീലങ്ങള്? അമ്മിണിക്കുട്ടി നഖം വെട്ടാറുണ്ട്. അമ്മിണിക്കുട്ടി ആഹാരമൊക്കെ പാഴാക്കി കളയും. നമ്മൾ കൊടുക്കുന്ന ആഹാരം മുഴുവനൊന്നും കഴിക്കില്ല, ബാക്കി കളയും. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കും അമ്മിണിക്കുട്ടി. ദിവസവും കുളിക്കുന്നില്ല. അപ്പൊ ഇങ്ങനത്തെ ശീലങ്ങളൊക്കെ ആർക്കുണ്ട്? നമ്മുടെ അമ്മിണിക്കുട്ടിക്കുണ്ട്. അപ്പൊ എന്റെ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? പരീക്ഷയ്ക്ക് ചോദ്യം വന്നതായിരുന്നേ. എന്താ ചെയ്യണ്ടേ? നല്ല ശീലങ്ങൾ കണ്ടെത്തി ടിക്കിടണം. നല്ല ശീലം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കുറെ ശീലങ്ങൾ ഉണ്ട് അല്ലെ. എന്നും കുളിക്കണം, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, ആഹാരം പാഴാക്കരുത്, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം അല്ലെ, ബ്രഷ് ചെയ്യണം അല്ലെ, എന്നും പല്ല് തേക്കണം, 2 നേരം പല്ല് തേക്കണം. ബ്രഷ് 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 യുവർ ടീത്ത് അല്ലേ, പറയാറില്ലേ? ചെറുപ്പത്തിലേ നമ്മൾ പാടി പഠിച്ചതാണ് അല്ലേ. അപ്പോ അമ്മിണിക്കുട്ടിയുടെ നല്ല ശീലങ്ങൾ എന്തൊക്കെയാന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പൊ നഖം വെട്ടാറുണ്ട്. അത് നല്ല ശീലാണോ മോശ ശീലാണോ? നല്ല ശീല. അപ്പൊ നമുക്കിത് ഇങ്ങനെ ഒരു ടിക്ക് കൊടുക്കാം. ആഹാരം പാഴാക്കും. ആഹാരമൊക്കെ പാഴാക്കി കളയും. ആര്? നമ്മുടെ അമ്മിണിക്കുട്ടി. അപ്പൊ അത് എന്താണ്? തെറ്റാണ് അല്ലേ. അപ്പോ ശരിയുള്ളതിന് മാത്രം ടിക്ക് കൊടുക്കാനാ പറഞ്ഞത്. പക്ഷെ ടീച്ചർ ഇവിടെ ഇങ്ങനെ തെറ്റ് എന്ന് എഴുതാം. ചെയ്യാൻ പാടില്ലല്ലോ. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കും. അത് ശരിയാണ്. ദിവസവും കുളിക്കുന്നില്ല. ദിവസവും കുളിക്കുന്നില്ല. ശരിയാണോ തെറ്റാണോ? ദിവസവും കുളിക്കണം അല്ലേ. അതുകൊണ്ട് അവിടെ ടീച്ചർ തെറ്റിട്ടു. അപ്പോ ഇതാ ഈ 4 ശീലങ്ങൾ നമുക്ക് ഇവിടെ തന്നതില് 2 ശീലങ്ങൾ ഓക്കെയാണ്. നഖം വെട്ടാറുണ്ട്, ശരിയാണ്, നഖം വെട്ടണം. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കും. ഇപ്പോൾ പല അസുഖങ്ങളും ഉള്ളത് കൊണ്ട് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളയെ കുടിക്കാൻ പാടുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ ടിക്കിടാനാണ് പറയുന്നത്. നല്ല ശീലങ്ങൾ നോക്കിയിട്ട് വായിച്ചു നോക്കിയിട്ട് മക്കളിൽ ടിക്ക് ഇടണം കേട്ടോ. ഇനി കുറച്ച് നല്ല ശീലങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നിത്യവും പല്ലു തേക്കുക. അതാ നിത്യവും പല്ല് തേക്കണം നമ്മൾ അല്ലെ. എന്നും പല്ല് തേക്കണം. നിത്യവും എന്ന് പറഞ്ഞാൽ ഡെയിലി, എന്നും പല്ല് തേക്കണം. തേക്കാറില്ലേ? എത്ര നേരം തേക്കണം? 2 നേരം കേട്ടോ. 2 നേരം 2 നേരം തേക്കണം. പിന്നെയോ ഇതാ നിത്യവും കുളിക്കുക. നിത്യവും കുളിക്കുക. നിത്യവും കുളിക്കുക. ഡെയിലി കുളിക്കണം. കുളിക്കാറില്ലേ? മക്കള് കുളിക്കണം കേട്ടോ. പിന്നെ ഇതാ മുടി ചീകി ഒതുക്കി വെക്കുക. സ്കൂളിൽ പോകുന്ന സമയത്ത് ആ മുടിയൊക്കെ ഇങ്ങനെ പറിച്ചിട്ട് അല്ലെ, എന്താണ്, സ്കൂളിലൊന്നും അങ്ങനെ പോകാൻ പാടില്ല അല്ലേ. അല്ലെങ്കിൽ നന്നായിട്ട് ചീകി ഒതുക്കി വെക്കണം അല്ലേ. മുടി ചീകി ഒതുക്കി വെക്കുക നല്ല ശീലാണ്. കൈ വൃത്തിയായി കഴുകുക. നമ്മൾ ടോയ്ലറ്റിൽ പോയാലും അതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചാലും കഴിക്കുന്നതിന് മുൻപും ഒക്കെ നമ്മൾ കൈ എന്ത് ചെയ്യണം? വൃത്തിയായിട്ട് കഴുകണം.
പിന്നെയോ അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങുക. സ്കൂളിൽ പോവാണെങ്കിൽ അമ്മേനോട് ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പൊ നല്ല ശീലങ്ങൾ നമ്മൾ പഠിച്ചു. അമ്മിണിക്കുട്ടിയുടെ ഏതൊക്കെ ചീത്ത ശീലാന്ന് നമ്മൾ കണ്ടു, നല്ല ശീലങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ അമ്മിണിക്കുട്ടി ഇപ്പം കാര്യങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവോ അല്ലേ? നമ്മുടെ കൂട്ടത്തിൽ അമ്മിണിക്കുട്ടി ഉണ്ടോ? എന്തെന്നെ ആയാലോ ഇതുപോലുള്ള ചോദ്യങ്ങളായിട്ട് ശ്രുതി ടീച്ചർ വീണ്ടും വരാം. അപ്പോൾ ഇപ്പോൾ ടാറ്റ പോകുകയാണ്. ടാറ്റാ. അടുത്ത ക്ലാസ്സിൽ വരാം. പരീക്ഷയൊക്കെ അടിപൊളിയായിട്ട് എഴുതണം. നമുക്ക് മാരത്തോണുകളൊക്കെ ഉണ്ടാവും. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ? നമ്മുടെ ചാനല് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടേതാ ഈ ഒരു വീഡിയോയുടെ എല്ലാ വീഡിയോന്റെ ഉണ്ടാവും. ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഫോർ മോർ നോട്ട്സ്, ഫ്രീ നോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് നോട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വെറുതെ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അച്ഛനോടും അമ്മേനോടൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ ശ്രുതി ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും ബൈ.